ഹലോ കേരള ടീച്ചേഴ്സ് എബിലിറ്റി ടെസ്റ്റ് ആണല്ലോ കേട്ടിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഇപ്പോഴും കുറേ പേര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പിന്നെ കിട്ടിക്കഴിഞ്ഞവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ അത്യാവശ്യം നല്ല പോലെ ഗ്രാമർ പഠിക്കാനുണ്ട് കേട്ടിട്ടിന്. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ നിർദ്ദേശിക, പ്രതിഗ്രാഹിക, അതുപോലെ നിയോജകം, പ്രകാരങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ നോക്കേണ്ട ഭാഗമാണ്. പിന്നെ അതേപോലെ സമാസം, ദിഗ്ഗു ആയാലും രൂപക തൽപുരുഷനായാലും ദ്വന്ദ്വ സമാസമാണെങ്കിലും നമ്മളത് ശരിക്കും അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം ദിഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, രണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതുപോലെ രണ്ട്, മൂന്ന്, അങ്ങനെ ഓരോ വാക്കുകൾ വെച്ചിട്ട് രൂപക തൽപുരുഷൻ, അതേപോലെ ഓരോന്നും നമ്മൾ എന്താണെന്ന് പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് വായിക്കുക. അത് ഞാൻ വെറുതെ അതിൻ്റെ ഒരു ഹെഡിങ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എല്ലാത്തിനും പര്യായ പദങ്ങളും നോക്കി വെക്കണം. കാരണം കേട്ടതിനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പര്യായ പദങ്ങളൊന്നും പെട്ടെന്ന് ഓർമ്മ നിൽക്കില്ല. പക്ഷേ എന്താ പറയുക, ഓരോ പര്യായ പദങ്ങളും പഠിച്ചെടുക്കാൻ നല്ല സമയം വേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അമ്മയാണെങ്കിൽ ജനനി, അങ്ങനെ ഓരോ കാര്യങ്ങൾ, അച്ഛൻ ജനകൻ, പിന്നെ അതുപോലെ അഖിലം എന്ന് പറഞ്ഞ സർവം, അങ്ങനെയെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക. അപ്പോൾ നമുക്ക് എന്താണ് അത് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ഓപ്ഷൻ കാണുമ്പോഴേക്കും ഏതാണ് എന്നുള്ളത് നോക്കാൻ പറ്റും. പക്ഷേ കിട്ടാത്ത പര്യായ പദങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. അതെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പഠിക്കുക തന്നെ വേണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പദം എന്നുള്ള ഒരു ഭാഗവും ഈ ഒരു കേട്ടത്തിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതായത് ഇപ്പോൾ ലോകത്തെ സംബന്ധിച്ച് ലൗകികം, ബുദ്ധിയെ സംബന്ധിച്ച് ഭൗതികം, അങ്ങനെയുള്ള കാര്യങ്ങളും എപ്പോഴും ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച് വെക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങൾ ഒറ്റപ്പദങ്ങളൊക്കെ പഠിച്ച് ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കൺഫ്യൂഷൻ വരും ഏതാണെന്നുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റിംഗ് ആയിട്ട് ആ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കാം. അപ്പോൾ ഞാൻ പഠിച്ച സമയത്തൊക്കെ ഈ ഒരു ഗ്രാമർ പാർട്ട് എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ നല്ല പ്രയാസമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാനത് കുറേ എന്താണെന്നുള്ളത് വായിച്ച് നോക്കിയപ്പോഴാണ് കുറച്ചെങ്കിലും എനിക്ക് മനസ്സിലായത്. നമ്മൾ ക്ലാസ്സൊക്കെ ആദ്യം കേൾക്കുമ്പോഴത്തേക്കും മലയാളം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഈ ഗ്രാമർ കുറച്ച് പാടായിരിക്കും, പിന്നെ ഓക്കെ ആയിരിക്കും കേട്ടോ.